പൊന്നാണ് സ്വത്താണ് നിലത്തിടൂല. അയ്യോ എനിക്കറിയില്ല. സന്തോഷം 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 ഗൈസ്. ഇപ്പം കുഞ്ഞാറ്റിന്റെ സന്തോഷം കാരണം ഞാൻ വരെ തെറിച്ചു പോവാണ്. നമ്മുടെ ഈ അടിപൊളി ഗിഫ്റ്റ് എന്ത് പങ്കാ ഇതിന്റെ ഉള്ള എന്തായിരിക്കും? എല്ലാവർക്കും ഡയാന വ്ളോഗിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള നമ്മുടെ വീഡിയോസൊക്കെ വളരെ ഇഷ്ടമായിട്ടുള്ളൊരു ചേട്ടായി ഇന്ന് എനിക്ക് ഒരു കൊറിയർ അയച്ചിട്ടുണ്ട് ഒരു ഗിഫ്റ്റ്. അപ്പോൾ അത് എന്ത് ഗിഫ്റ്റാണെന്ന് അറിയാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് കൊറിയർ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമ്മളത് വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ കളരി കഴിഞ്ഞ അവിടെ നമ്മൾ ആ ഓൺ ദ വേയിലാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ കൊറിയറൊക്കെ വാങ്ങി. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന്. അപ്പം ഞാൻ വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഗിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും സാധാരണ എന്നെ കുറേ പേര് പറ്റിച്ചായിരുന്നു. അപ്പം പറ്റിച്ചവരൊക്കെ നിങ്ങൾ കാണും. പറ്റിച്ച് ലാസ്റ്റ് നമ്മളിഷ്ടമുള്ള ഒരാൾ നമുക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോയിട്ട് കൊറിയർ വാങ്ങി അൺബോക്സ് ചെയ്യാല്ലേ അതെ വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ ഗായ്സ്. അപ്പം നമ്മളിന്ന് കളരി കഴിഞ്ഞ പാടെ ഓൺ ദ വേ പോവല്ലേ. അപ്പം നമ്മുടെ അമ്മച്ചിയും അമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ പങ്കനിന്നില്ല. പങ്കന് എക്സാം ഉണ്ടായിരുന്നു, SSLC എക്സാമാണ്. അപ്പോൾ കൊച്ച് വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തായാലും ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുള്ളൂ. അപ്പോൾ പങ്കൻ വരുമ്പോഴേക്കും കുറച്ച് വൈകുന്നേരം ആവും കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ വേഗം പോയിട്ട് നമ്മുടെ ഗിഫ്റ്റ് വാങ്ങിയിട്ട് വരാം അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ ഇത് ഓട്ടോയിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മളിനി ഓൺ ദ വേ നമ്മൾ എങ്ങോട്ട് പോവാണ്? ഗിഫ്റ്റുള്ള ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കത് എന്താന്നുള്ളൊരു ആകാംക്ഷ എൻ്റെ കണ്ണിലും എൻ്റെ മുഖത്തേക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പം എന്താ പറയുക, ഗിഫ്റ്റൊക്കെ കിട്ടുകയെന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ്. പ്രത്യേകിച്ച് അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്നത് അതിലപ്പുറം ഒരു സന്തോഷമാണ്. അപ്പോൾ എന്തൊരു കുഞ്ഞൊരു ഗിഫ്റ്റായാലും വലിയൊരു ഗിഫ്റ്റായാലും എന്തൊരു ഗിഫ്റ്റ് നമുക്ക് കിട്ടിയാലും അത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് എന്ത് സന്തോഷമാണെന്ന് എനിക്ക് അറിയത്തില്ല, അത് പറയാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ചേട്ടൻ നമ്മുടെ ഓട്ടോ ഒക്കെ തിരിക്കുകയാണേ. അപ്പോൾ നമുക്ക് വേഗം പെട്ടെന്ന് നമ്മുടെ ഗിഫ്റ്റ് കൈപ്പറ്റാം. ഞാൻ വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മളത് ഈ ഷോപ്പിലാണ് നമ്മുടെ ഗിഫ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓടിച്ചാടിപ്പോയിട്ട് നമ്മുടെ ഗിഫ്റ്റ് വാങ്ങാവേ. അപ്പം നമുക്ക് അവിടെ ചെന്ന് ചിലപ്പോൾ സൈനൊക്കെ ചെയ്ത് കൊടുക്കേണ്ട വരുമായിരിക്കും, അറിയത്തില്ല എന്താ സംഭവമെന്ന്. അപ്പോൾ ഞാൻ അഡ്രസ്സൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരത് ഗിഫ്റ്റ് എടുത്ത് അവിടെ വെച്ച് അതിൻ്റെ പിക്സും കാര്യങ്ങളൊക്കെ എടുത്ത് അവരൊന്ന് വെരിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു വെരിഫിക്കേഷൻ എന്തെങ്കിലും അത്യാവശ്യമാണല്ലോ അല്ലേ. അപ്പോൾ അത് അവരൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് കയ്യിൽ കിട്ടിയാൽ നമ്മുടെ കൊറിയർ അങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നേരെ കയറിക്കോ ഗായ്സ്. അങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഞാൻ വണ്ടി കയറി. എന്നെ കണ്ണു മൊത്തം മഞ്ഞളിച്ച് പോയിട്ടോ. സത്യം പറയാലോ ഗായ്സ്, എനിക്ക് ഇരിക്കാതെ നിൽക്കാനോ സന്തോഷം. ഞാൻ ഇവിടെ എനിക്ക് ഭയങ്കര സന്തോഷം. സന്തോഷം കാരണം എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കൊരു പിടുത്തവും കിട്ടത്തില്ല. അത്രയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു എന്താ പറയുക ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പം എനിക്കറിയത്തില്ല എന്താ പറയേണ്ടതെന്ന്. അപ്പോൾ ഗായ്സ്, ഇന്ന് ആദ്യമായിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ വേസ്റ്റ് ബാഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മറന്നുപോയി എൻ്റെ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ രാവിലത്തെ ആ ഒരു തിരക്കിൽ ഞാൻ എടുക്കാൻ മറന്നുപോയി. എനിക്കത് ഭയങ്കര കുറവായിട്ട് തോന്നി. അപ്പോൾ ഓൺ ദ വേ കൊറിയർ സമ്മാനം കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ കോഴി വാങ്ങാൻ വേണ്ടി കയറി. അതന്നെ, കോഴി വാങ്ങാൻ വേണ്ടി കയറി. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവുന്നുണ്ട്. കുഞ്ഞാറ്റി തന്നെയാണ് ഓട്ടോയിൽ തന്നെ ഉണ്ട്. എന്താണെന്നറിയാത്തന്നെ അല്ല ഗായ്സ്. അപ്പം നമ്മുടെ അവിടെ കൊറിയർ മമ്മയാണ് പിടിച്ചിരിക്കുന്നത്. എന്നെ അയ്യോ എനിക്ക് എന്തൊക്കെ ഞാൻ സഹിച്ചിട്ട് ഇനി കുറച്ച് നേരം അമ്മ എനിക്ക് സന്തോഷമുണ്ടെന്ന്. അപ്പം എന്താണെന്ന് കാണാൻ വേണ്ടി ഭയങ്കര ത്രില്ലിംഗ് ആണ്. അപ്പോൾ ഗായ്സ് നമ്മുടെ പടക്കക്കടയൊക്കെ തുറന്നിട്ടുണ്ട്. അല്ല, വിഷു ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നോക്ക് നല്ല തിരക്കധികം ഇല്ല. അതിന് മുമ്പ് നമുക്ക് പടക്കം വാങ്ങണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആൾക്കൂടത്തിനിടയ്ക്ക് വെട്ടും. ആദ്യം മേടിച്ചു വെക്കണം അമ്മച്ചി. അതൊക്കെ പോട്ടെ. എനിക്ക് ഗായ്സ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി നേരെ നമ്മളിനി അൺബോക്സിങ്ങിലും കാര്യങ്ങളൊക്കെ കിടക്കാൻ പോകല്ലേ. അപ്പോൾ അത് മമ്മേൻ്റെ അടുത്ത് നിന്ന് നമ്മളെ ബോക്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്.
പൊന്നാണ് സ്വത്താണ് നിലക്കണല്ല. അങ്ങോട്ട് നീങ്ങി നിക്ക്. എത്രയാന്ന് ചോദിച്ചു നോക്കമ്മേ. കൊറിയറുകാരി ഇത് പിടിച്ചേ. ഗായ്സ്, അപ്പം നമ്മുടെ റോഡ് പണി നടക്കുന്നുണ്ട്. റോഡ് ഫുള്ള് ഭയങ്കര പ്രശ്നമായിരുന്നില്ല. അപ്പം ആ റോഡ് അന്ന് പണിതായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിലെ കൂടി ഇവരിപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിത് നമ്മുടെ കൊറിയറും നമ്മുടെ ഗിഫ്റ്റും പിടിച്ച് വീട്ടിലേക്ക് നടക്കുവാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തായിട്ട് ഇത് അൺബോക്സ് ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ വാവാറ്റയും അമ്മയൊക്കെ ഇത് ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതും പിടിച്ച് വീട്ടിലേക്ക് നടക്കാവേ. അപ്പം എൻ്റെ മുടി മൊത്തം ചപ്രി ആയിട്ടുണ്ട് ഗായ്സ്. അത് നിങ്ങൾ നോക്കണ്ട, നമുക്ക് നടന്നു പോവാട്ടോ. അയ്യോ, എനിക്കറിയില്ല. സന്തോഷം 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 ഗൈസ്. ഇപ്പം കുഞ്ഞാറ്റിന്റെ സന്തോഷം കാരണം ഞാൻ വരെ തെറിച്ചു പോവാണ്. പുഞ്ച കഴിഞ്ഞു. പുഞ്ച എന്താന്ന് ഓർക്കാണ്. അത് തന്നെ. കൂലിമോൻ. 3 hours later. അപ്പൊ ഞങ്ങള് 3 പേരും കൂടിയാണ്. അയ്യോ, നമ്മുടെ ഈ അടിപൊളി ഗിഫ്റ്റ് എന്ത് അപ്പൊ ഞങ്ങള് 3 പേരും ഇതേ നമുക്ക് വിസ്താരമായിരിക്കാൻ പറ്റിയ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. കുഞ്ഞാറ്റിന്റെ തട്ടുമുട്ടും ഉണ്ടാവും. ഞാൻ മറത്തിലായിരിക്കും. ഇതിന്റെ ഉള്ളിൽ എന്തായിരിക്കും? ഗായ്സ്, അപ്പൊ നമ്മുടെ പൈങ്കിളിക്ക് ഇന്ന് SLC പറഞ്ഞു കൊടുക്ക ലാസ്റ്റ് എക്സാം ഇതോടെ ഗൈസ് 10ാം ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് ഗൈസ്. അതന്നെ ഇനിയിപ്പോ ലാസ്റ്റ് എക്സാം പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു ഗൈസ്. ലാസ്റ്റ് എക്സാം. അപ്പൊ ഇന്ന് നമ്മുടെ ഏപ്രിൽ 2 ഇന്നാണ് ഇവർക്ക് ലാസ്റ്റ് എക്സാം വന്നിരിക്കുന്നത്. അപ്പം എന്തായിരുന്നു ഫിറ്റിംഗ് ട്രേഡ് പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു. സ്കൂളിൽ ഏറ്റവും കഠിനാധ്വാനം ചെയ്തത് ഞങ്ങളാണ് ഗൈസ്. ഞങ്ങൾ ഉച്ചയ്ക്ക് പോയി ഗൈസ്. ഞങ്ങൾ ഇപ്പോഴാണ് വന്നത്. എത്രയും ബൈക്കാണ് ഗൈസ്. കാരണം അത്ര കഠിന. അല്ലടാ, നിങ്ങക്ക് എന്തായിരുന്നു വർക്ക് ചെയ്യണ്ടായിരുന്നേ? വർക്ക് ഗൈസ് വൈകിട്ട് നല്ല ഉരയ്ക്കുക, തേക്കുക, മുറിക്കുക, ഡ്രില്ല് ചെയ്യുക എല്ലാം ഉണ്ടായിരുന്നു ഗൈസ്. നൈസ് ആയിരുന്നു. സോറി. അപ്പം എന്റെ പങ്കന്റെ വേർപ്പിന്റെ അരി പറയേ വേണ്ട. അധ്വാനം കൊണ്ടല്ലോ. അതെ, കഴിവാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ 2 പേരുടെയും കൈ എപ്പോഴും വേർത്തോണ്ടിരിക്കും. വേർപ്പ് ഇന്ന സമയമൊന്നും ഇല്ല. അപ്പം ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ. ഇത് ഞാൻ എങ്ങനെ ഒന്ന് മുൾമുനയിൽ നിന്നുള്ള കാര്യം എനിക്ക് മാത്രം അറിയുള്ളൂ. എന്നെ കൊല്ലാനാക്കിയത്. എന്നിട്ട് ഞാൻ കായ്സ് എനിക്ക് ദേഷ്യമായിട്ട് ഞാൻ കയറി കിടന്നു. ഈ കൊച്ചു വരാതെ വല്ലത് തുറക്കാൻ പറ്റോ ഗായ്സ്? അപ്പൊ നമുക്കിപ്പോ നമ്മുടെ ഈ ബോക്സ് നമുക്ക് അൺബോക്സ് ചെയ്യാം. അതെ, നമ്മളപ്പോ ബോക്സിനെ തുറക്കാൻ വേണ്ടി പാടും. അപ്പൊ കുട്ടിമണി ഞങ്ങളുടെ അലമുറ കേട്ടിട്ട് അവനും കൂടി കിടന്നത് കളിക്കാനുള്ള കൊതി കാരണം അവർക്ക് കുറച്ചോണ്ടിരിക്കാണ്. അതെ, ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒച്ച ഏൽപ്പിക്കുമ്പോഴേക്കും അവനും കിടന്നിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങൂലേ. സത്യം അവന് ഇഷ്ടം. ഞങ്ങള് കെട്ടിപ്പിടിച്ച് കൊടുക്കുന്ന ഇഷ്ടമല്ല. അവനെയും കൂടി കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് തുറക്കാല്ലേ. നമ്മള് കത്രികയും ബ്ലേഡും ഒക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഹാജരാക്കി. അതെ, ഇതിപ്പോ എവിടുന്ന് തുടങ്ങണം എന്നാണ് നമുക്ക് ഐഡിയ ഇല്ലാത്ത. ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അഡ്രസ് അങ്ങ് മുറിച്ച് കളയാം. പക്ഷെ ഇത് മുറിച്ച് കളയുന്നത് എവിടെയാണെന്നാണ്. അതവിടെ അയ്യോ കണ്ണിന്. അതെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് നമ്മുടെ അഡ്രസ് മുറിച്ച് അങ്ങ് ദൂരെ കളഞ്ഞേക്കാം. ഗായ്സ്, അപ്പൊ ഗിഫ്റ്റ് ഒക്കെ വന്നെന്ന് പറഞ്ഞപ്പോഴേക്കും എന്റെ ഒരു ഇത് കാണണമായിരുന്നു. ഞാൻ അനുഭവിച്ചതാ. നീ ഇവിടെ ഇല്ലാതായിപ്പോടാ. ഈ വാവാറ്റ വെറുതെ പറഞ്ഞാട്ടോ. നിനക്ക് എന്നെ വിശ്വാസമല്ലേ? അല്ലല്ലോ, ഞാൻ ചെയ്താ നീങ്ങ്. അപ്പൊ 2 തോണി കാലാന്ന് നിനക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അത് തന്നെ. അപ്പൊ നമ്മുടെ അഡ്രസ് നമ്മൾ ഇതാ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഇവരെ QR കോഡും കാര്യങ്ങള് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി നമുക്ക് കളയാം, മുറിക്കാം. അപ്പൊ ഇത് അൺബോക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പണി തന്നെയാണ്. കാരണം അവർ അത്ര QR കോഡ്
ഗായ്സ് അപ്പം നമുക്കിത് ഇത് നന്നായിട്ട് നമുക്ക് തുറക്കണം അല്ലേ? അതെ. അപ്പം എന്നാ മണ്ട നോക്കി മിരിമിരിപ്പാണ് ഗൈസ്. അതെ. അപ്പൊ നമ്മൾ എവിടുന്നാണ്? ഇതല്ലേ ഇവിടെ മോസ്റ്റല്ലോ. ആ അതെ അതെ, ഇവിടെ ഉണ്ട് ഒരു സംഭവം. ഇത് മുറിച്ച പോരെ. ഇതേ പങ്കട ഇവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ളതിലൊക്കെ ഭയങ്കര വിദഗ്ധയാണ്. പിന്നല്ല ഗൈസ്, അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മളെ എലിയായ വാവാറ്റി ഇത് ഇവിടുത്തെ പൂത്തി വെച്ചേനെ ഗൈസ്. അതെ അതെ, പങ്കട ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ക്ഷമയോടെ നമുക്ക് പൊട്ടിക്കാം. ഈ ബോക്സ് എടുത്ത് ഇങ്ങനെ പിടിക്കുമ്പോ ഒക്കെ എനിക്കൊരു ആർക്കറിയാം, നമുക്കൊന്നും അറിയത്തില്ല. അതവിടെ മുറിക്കുന്ന കാണിച്ചു കൊടുത്ത എന്നെ പറഞ്ഞാൽ മതി. ഇവിടെ പെട്ടി പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞൊരു വലിയ സന്തോഷം. പൊട്ടാതിരിക്കുന്നതും വലിയൊരു അവസ്ഥയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ പെട്ടി അയച്ചു തന്നോ? നമുക്കങ്ങനെ വിഷമമൊന്നുമില്ല, നമുക്ക് സന്തോഷമുള്ളൂ. നല്ല പച്ചയാണ്. ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് പാക്ക് ചെയ്തേക്കുന്നത്. ഗായ്സ് ഇന്നലെ കൈവിരിപ്പ് അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ദേ കൈ നല്ല ഇടിച്ചിട്ട് ഈ കൈ അനക്കത്തില്ല. ദേ മുട്ടെന്ന് കാണിച്ചല്ലേ, ദേ മുട്ട് ഇത്രയും വലുതായ കൊച്ചല്ലേ, അല്ല അടി തെറ്റിയാൽ ആനയും വീഴും. കൊച്ചേ മുറിക്കാം. അപ്പൊ അങ്ങനെ മുഖത്ത് കണ്ണില്ലാതെ നമ്മുടെ വാവാറ്റ ഇങ്ങനെ വീണു. അപ്പൊ അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഞങ്ങള് ഭയങ്കര കഠിന അധ്വാനത്തിലാണ്. അപ്പം അത്രയും കെയർഫുൾ ആയിട്ടാണ് നമ്മുടെ ഈ ബോക്സ് പാക്കിംഗ് വന്നിട്ടുള്ളത്. അപ്പം അൺബോക്സ് ചെയ്താൽ നമുക്ക് കാര്യം ഇതൊരു വലിയ പണിയായി തോന്നുമെങ്കിലും എനിക്കിതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇല്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പണിയാണിത്. അതെ, കാരണം ക്ഷമ അധികം വേണ്ട പണിയാണ്. അതുകൊണ്ട് പൈങ്കിളിക്ക് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. അതിലൊന്നും മിണ്ടായിരുന്നു. പങ്ങിന്റെ വായിലൊട്ടിക്കാനുള്ള വായിലൊട്ടിച്ച് വെക്കും. അതെ, ഇവിടെ മിണ്ടെന്ന് ഞാനല്ല. ഇതെന്നാ വർത്താനേ പറയുന്നേ? ഈ വാവാറ്റേതാ? അതോ അയ്യോ. ഓക്കെ, ഇത് അപ്പൊ ഏകദേശം നമ്മള് പൊളിച്ചോണ്ടിരിക്കുകയാണ്. ഗായ്സ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവോ? മനസ്സിലാവണം, നല്ല കാര്യമുള്ളൂ. അത് തന്നെ, കൊച്ചതിനിടയ്ക്ക് ഓണത്തിനിടയ്ക്ക് മുട്ടുകൊച്ചോടത്തിനിടയ്ക്ക് ഞാൻ ഏറ്റെടുത്തു. എനിക്ക് മാത്രല്ല ഗായ്സ്, എല്ലാവർക്കും ആ സ്വഭാവം ഉണ്ട്. ഇവിടെ ഓട്ടം വന്ന് നിൽക്കുമ്പോഴാണ് ഷൂടാൻ പോകുന്നത് ഗായ്സ്. എടുക്കാൻ പോകുന്നത് അത്ര അല്ല കേട്ടോ. പിന്നെ ഇവരുടെ കാര്യം പറഞ്ഞത് അറിയാം. അമ്മ വഴക്ക് പറയുമ്പോ നമുക്ക് അല്ല, ഞാൻ മാത്രല്ല ഇങ്ങനെ. ഞങ്ങള് വെയിറ്റ് ചെയ്ത് നിൽക്കും. അത് തെറ്റാണോ നിങ്ങൾ പറയും? പിന്നെ അത് ഉടായ്പകളെയാണ് അല്ലല്ല ഉടായ്പകളെയാണ്. ഉടായ്പ കയ്യിലുള്ളവരാണ് ഗായ്സ്. നിങ്ങൾ പറ, കൊതുകിന് വരെ എന്താ പറയാ, എന്റെ രണ്ട് ചെവിയും ഇത് കഴിയുമ്പോഴേക്കും പൊട്ടി പുറത്തിറങ്ങും. ഉറപ്പാ. ബ്ലേഡ് വേണ്ടടാ. ബ്ലേഡ് എടുത്ത മമ്മ ഇപ്പൊ അവിടെ നിന്ന് അലറ് കിട്ടോ. അത് മതി, പിള്ളേർ അവിടെ ഇവിടെ ഇട്ടോളും. എനിക്ക് മൂക്ക് വേദനയാ. അത് ഉച്ച വരെ ഞാനാ ചിരിച്ചേ. ഇനി പറഞ്ഞ രണ്ടുപേരെ ഞാൻ എടുത്ത് ആ പുഴയിലേക്ക് കത്രിക കാണുന്നില്ല. അതാ പതിവാണ് കേട്ടോ. ഉള്ളോട്ടിരുന്ന കളനെ കണ്ടാവും. അതോ പഠിക്കാതിരിക്കുമ്പോഴാണ് മെയിൻ. റബ്ബർ നല്ല പെൻസിലുള്ള ബുക്ക് വരെ പൊട്ടനാ എവിടെ? നിങ്ങളും കണ്ടതല്ലേ ഞങ്ങള് മുറിക്കുന്നത്. അങ്ങനെ ഇരിക്കും അതിന്റെ മുകളിൽ. പിന്നെ കാണോ കത്രിക ഒളിപ്പിച്ചു വെച്ചത്? എവിടെ കുത്തിയില്ലല്ലോ അല്ലേ? ഇല്ലായിരിക്കും. ദൈവത്തിനറിയാം. കത്രിക പോയിരുന്ന സ്ഥലം ഇതാ ഞാൻ വിളിക്കാം.
ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴും നിങ്ങൾ ഇങ്ങനെയാണോ അല്ലേ? അതെ. ഇത്ര ആകാംക്ഷ ഉണ്ടോ? എന്താ അവസ്ഥ പറയണേ. അയ്യോ ഇത് മോസ്റ്റ് ആണ്. മോസ്റ്റ് എന്ത്? അയ്യോ പേടിപ്പിക്കല്ലേ. ഇത് കണ്ടില്ലേ? ഇത് ആർക്കാ വേണ്ടേ സമ്മാനം? സമ്മാനം അതിങ്ങട്ടാ ഇതിന്റെ മുകളിലുള്ളതും കൂടി പൊളിക്കട്ടെ. അയ്യോ കൊതുക് കടിക്കണടാ. ഓ മുടിയാണേലോ ചപ്രിയായിട്ടിരിക്കണ. ഗായ്സ് അപ്പൊ നമ്മളിത് ഈ സംഭവം ഇതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. മറന്നുപോയിട്ടോ ഇതിന്റെ പേര്. ഇത് റോസ് കളറ്. നമ്മളൊരു പേര് പറയില്ലായിരുന്നു ഇതിന്. അയ്യോ നല്ല സാറ്റിസ്ഫൈ. ഇനി ഗായ്സ് ഇത് പൊട്ടിക്കാൻ നല്ല രസം. അങ്ങനെയല്ലടാ, അങ്ങനെ രസമില്ല. ഇങ്ങനെ ഓരോന്നാണ് ഓരോന്നോരോ നമുക്ക് പതുക്കെ നമുക്ക് ക്ഷമയോടെ നമുക്ക് പൊട്ടിക്കാൻ ഓരോന്നേ. ഇത് ഞാൻ അതെ പതുക്കെ പൊട്ടിക്കും. ഇത് കള്ളക്കളിയാണേ. പതുക്കെ പൊട്ടിക്കണേ. ആ ഇതൊരു സാറ്റിസ്ഫൈ അല്ലേ അല്ലേ ഗായ്സ്? അയ്യോ ഇതേ മഴയിരുട്ടും വരുന്നുണ്ട് ഗായ്സ്. അപ്പൊ നമുക്ക് അതിന് മുമ്പ് നമുക്ക് പിന്നെ പൊട്ടിച്ചോണ്ടിരിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? എടാ ക്യാമറ ഒന്ന് കുറച്ച് മുകളിലേക്ക് വെക്കണം. പിന്നെ അടുത്ത് നമ്മുടെ ഈ ബോക്സിന്റെ ഫോക്കസ് ഇടണ്ട. അപ്പൊ നോക്ക് ഇനി നോക്ക് ഇതിനകത്ത് ഇനി അത് നമുക്ക് തലയില്ല. ആ തല വേണ്ട. ഇനി എന്തായാലും എന്ത് ഇത് വന്നിട്ടുണ്ട്. എന്ത് നമ്മുടെ ഇത്രയും ഇത് എന്താ പറയേ എല്ലാത്തിന്റെ പേര് പറഞ്ഞു പോകാനുള്ളത്. അതെ. അപ്പൊ നമുക്ക് ഇതും കൂടി നമുക്ക് പൊളിക്കാം. ഓ ഗായ്സ് അപ്പം നമ്മുടെ ബോക്സ് ഇതേ നമ്മള് സെലോ ടേപ്പ് ഒക്കെ ഇതാക്കിയിട്ടുണ്ട്. അടിക്കുന്ന പൊളിച്ചോട്ടോ. ഇവിടുത്തെ കളഞ്ഞില്ലേലും കുഴപ്പമില്ലല്ലോ. അയ്യോ ഞെട്ടി. ആ ശരിയാ. സാറ്റിസ്ഫൈക്ക് വേണ്ടി അതെ. നമ്മളെന്ത് ചെയ്യുന്നു? ഇവിടെ കളയുന്നു. അയ്യോ എന്റെ ഡ്രസ്സൊക്കെ കൊണ്ടുപോകുന്നു. ശരിയല്ല, ഒന്നും ശരിയല്ല. ഇപ്പൊ സെലോ ടേപ്പാണ്. ഓ വാ ഇത് ബിഗ് സാറ്റിസ്ഫൈ ആണല്ലോ. ഇങ്ങോട്ട് കാണിക്കും മറ്റേ. എടാ പൊണ്ടന്മാര് ഈ കത്രിക എടുത്ത് എടാ കൈ തീരെ വയ്യട്ടോ. പക്ഷെ ഇത് വലിക്കാൻ ഭയങ്കര വയ്യ. അതുണ്ടോ കൂടിയില്ലെങ്കിൽ കൂടിയില്ല പറയും, കൂടിയാ പറയും വയ്യുന്ന്. എല്ലാരും അങ്ങനെയല്ലേ. മുറിയലാവുന്നില്ലേ? ബിഗാടാ. ബിഗ് മുറിയല. മുറിക്ക്. അപ്പൊ ഞാൻ മുറിക്കണം ഇനി. എനിക്ക് മുറിക്കാൻ തോന്നുന്നുണ്ടെന്നേ. അയ്യോ അത് മുറിക്കാൻ പാടില്ല. അയ്യോ ഇവിടെ മുറിക്ക്. എന്ത് ചെയ്യുന്നേ? അയ്യോ ശോകാണല്ലോ ദൈവം. ദൈവം എന്റെ കാലും ഇപ്പൊ മുറിച്ചു വെക്കും. ആ ഓക്കെ ഓക്കെ. ആ നിക്കേ നോക്കട്ടെ. നോക്കാൻ പാടില്ല ഇപ്പം. ഇപ്പൊ നോക്കാൻ പാടില്ല. ഇത് കൊറേ പെട്ടിട്ട് തുറക്കാൻ പാടില്ല. തുറക്കല്ലേ ഇത് പൊളിക്കണം. അത് പൊളിക്കണ്ട. ഇതിന് മാറ്റിയാ മതി. ഓ ഗായ്സ് അപ്പൊ നമ്മുടെ ഇതിന്റെ ഉള്ളിൽ ഒരു ലെറ്ററുണ്ട്. Wow, gift from Gabriel. Oh wow. സത്യം പറഞ്ഞ നോക്ക് ഗബ്രിയേലിന്റെ ക്രഷ് അടിച്ചു. നോക്ക് ഗബ്രിയേൽ മാലാഖയെ നോക്ക് എന്ത് ഭംഗിയാ കാണാനുണ്ടോ. ആള് കൊള്ളാം. കളിയാണ്, ഹാൻസം ആണ്. എന്തായാലും ഗബ്രിയേലിനെ അങ്ങ് പിടിച്ചിറക്കി. ഭയങ്കര ഇഷ്ടായി. എന്തായാലും താങ്ക് യു മാലാഖ. അപ്പൊ ഞാൻ ഗിഫ്റ്റ് അയച്ച മാലാഖയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്താ പറയണതല്ല സന്തോഷം. ഗബ്രിയേൽ മാലാഖ ഗിഫ്റ്റ് അയച്ച ഗബ്രിയേൽ മാലാഖയെ ഒരുപാട് താങ്ക് യു. അപ്പൊ ഇത് കണ്ടില്ലേ നോക്ക്. അപ്പൊ ഗിഫ്റ്റ് ഫ്രം ഗബ്രിയേൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പുഞ്ചിരി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ബാക്കി ഇത് 4 ഗിഫ്റ്റ് ബോക്സ് കാണുന്നുണ്ട്. അപ്പൊ കണ്ടോ 4 എണ്ണം കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം ഗൈസ്. ആ ഓക്കെ.
ഓ ഗായ്സ് അതിന്റെ ഇടയ്ക്ക് വാവാറ്റി ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയപ്പോ സ്വപ്നവും കണ്ടു. അൺബോക്സ് ചെയ്യുന്നതാണ് സ്വപ്നം കണ്ടത്. നിക്കട്ടോ ഇതൊന്നും പൊളിച്ചോളട്ടെ. മഴ പെയ്താൽ നമ്മൾ ഓടും. ദൈവമേ ഗബ്രിയേൽ മാലാഖേ മഴ പെയ്യല്ലേ. ഇനിയിപ്പോ മാലാഖേനോടായി നമ്മുടെ പ്രാർത്ഥന. ലേറ്റേ ആരായിരുന്നു നമ്മുടെ പ്രാർത്ഥന കേട്ടാ മതി. അപ്പൊ ഈ ചപ്പും ചവറെല്ലാം കൂടി നമുക്ക് വാവാറ്റിന്റെ വായിൻ്റെ ഉള്ളിൽ കൊടുക്കണം. അപ്പൊ ഇതെന്റെ സ്വത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ വെക്കാം. അയ്യോ വേണ്ട മാലാഖ മേടിച്ചു. ക്രഷ് അടിച്ചതും പോരാ തിരിച്ചു പോകാൻ പറയുന്നില്ല. ഓക്കെ നമ്മുടെ ഫസ്റ്റ് ബോക്സ് കൈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ബോക്സ്. ഇതിന്റെ ഉള്ളിൽ എന്താന്ന് എനിക്ക് തോന്നുന്നു ചോക്ലേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയത്തില്ല, എന്റെ മനസ്സ് അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പൊളിക്കൂലേ പിന്നെ എനിക്ക് സെക്കൻഡ് എനിക്ക് എന്താ അപ്പൊ ഇതിന്റെ തുടക്കം എവിടെയെന്ന് അറിയത്തില്ല. ഗായ്സ് അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ബോക്സ് പൊളിക്കാനുള്ള ഒരു കഷ്ടപ്പാടിലാണല്ലേ വാവാറ്റി. അങ്ങനെ വിളിച്ചാ മതിയോ? വിളിച്ചല്ലേ. അപ്പം ഞങ്ങൾക്ക് ആകാംക്ഷ കയറിയിട്ടേ ഒരു രക്ഷയില്ല. ഞങ്ങൾക്കല്ല എനിക്ക്. ഓ ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇത് ഇവിടുന്ന് പൊളിച്ച് അവിടുന്ന് മതി. മോസ്റ്റ് ആക്ക് എടുക്ക്. അയ്യോ ഇനിയും കവറോ? ഓക്കെ എന്തായിരിക്കും ആവോ ഇല്ലേ? എന്തായിരിക്കും നമുക്കറിയില്ല. എന്താണ് ഒരു ഗസ്സും ഇല്ല കേട്ടോ. എന്താ ഐഡിയ നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതിന്റെ തുറക്കം എവിടെയാന്ന് തോന്നുന്നു. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നമ്മൾ. അതന്നെ എന്തായാലും പരമാവധി ഈ പേപ്പറൊന്നും ഞങ്ങൾ കളയാതെയാണ് ഗൈസ് മുറിക്കുന്നത് അല്ലേ? അല്ല ഇതിലെ കൂടി തന്നെ ഓപ്പൺ ചെയ്തെടുക്കും. ശരിയാണല്ലോ. ഇതെല്ലാം ഞാൻ തലവരിച്ച് ചെയ്യും. അത് കഴിയുമ്പോ ഞങ്ങൾ ഒന്നും ഞങ്ങൾ കളയാതെയാണ് കഴിച്ചെടുക്കുന്നത്. സോറി ഗൈസ്, മോസ്റ്റ് ആയതുകൊണ്ട്. എടാ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ്. ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് ഞാനാണ് ആദ്യം പറഞ്ഞത്. ചോക്ലേറ്റ് ചോക്ലേറ്റ് ആദ്യം കണ്ടുപോലെ നിങ്ങളൊന്നും ഓർക്കരുത്. ചോക്ലേറ്റ് കാണുമ്പോ ഞങ്ങക്ക് ഭയങ്കര കൊതിയാണ്. ചോക്ലേറ്റ് മാത്രല്ല ഐസ്ക്രീം. ഇതേത് പിള്ളേര് കണ്ടാലും എല്ലാവർക്കും കുടിക്കും. കൊതിയാവും. അപ്പൊ നമുക്കിത് അടിപൊളി നട്ട്സ് ചോക്ലേറ്റ് ആണ്. അപ്പൊ നമുക്കിത് കഴിക്കാം ഗൈസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് ചോക്ലേറ്റ് അൺബോക്സ് ചെയ്യാം. കാരണം അപ്പൊ ഫസ്റ്റ് തന്നെ ഞാന് നമുക്ക് തന്ന ഗബ്രിയേൽ മാലായ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ചോക്ലേറ്റ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇതെന്താ വായിക്കുന്നത്? ബോധം കിട്ടും കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാനിത് ഗബ്രിയേൽ മാലായ്ക്ക് ആയിട്ട് ഞാൻ തരുന്നു. അപ്പൊ മാലാ കഴിച്ചു. മാലാഖേനോട് ഒരുപാട് താങ്ക് യു പറയാണ്. പിന്നെ മണന്റെ മൂക്കിലേക്ക് അടിക്കുമ്പോൾ എനിക്ക് തിന്നാ തോന്നുവാണ്. ഗായ്സ് പങ്ക ക്യാമറ അവിടെ വെക്കുക, നമുക്ക് ഒരുമിച്ച് കഴിക്കരുത്. അങ്ങനെ ഇപ്പൊ എടുത്തോണ്ട് കൊള്ളാലോ ഗായ്സ്. അപ്പൊ നമ്മുടെ ഫെററോ റോച്ചർ എന്ന് പറഞ്ഞ ചോക്ലേറ്റ് നമ്മൾ ഓരോന്നിപ്പോൾ എടുക്കാൻ വേണ്ടി പോകണം. അതോ അതോടെ ചോക്ലേറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. കപ്പ് കേക്കിന്റെ ഒക്കെ ഷേപ്പ് ഉണ്ട്. അപ്പം ഓക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ 24 ചോക്ലേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അയ്യോ അത് കളയല്ലേ? എന്തിയത് കളഞ്ഞില്ല കേട്ടോ. എന്തിയത്? അപ്പൊ നമുക്ക് ഇതിന്റെ കപ്പ് ഓപ്പൺ ചെയ്തോ. അപ്പൊ ഇതിന്റെ കപ്പ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ വെക്കാം. മെൽറ്റ് ആയിട്ടുണ്ടോ? വാ. അപ്പൊ നമുക്ക് എന്റെ വായില് വെള്ളം വരുന്നുണ്ട്. അപ്പൊ നമുക്കിത് തുറക്കാം. ഇതിന്റെ മണം എന്റെ മൂക്കിൽ അടിച്ചു കയറുന്നു. ഇതാണ് പൊളിയൊന്നുമില്ല പണ്ടാരം. വാവ് ഗായ്സ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഫോക്കസിൽ കാണിക്കാം. ആർത്തികൾ തിന്നുന്നു.
അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് ഇതിന്റെ ഉള്ളിലാണുള്ളത്. അപ്പൊ നമുക്കിത് നിനക്ക് ഞാൻ ഗബ്രിയേൽ മാലായിക്ക് കൊടുക്കണേതാ ഒരു ബൈറ്റ് എടുത്തോ. അപ്പൊ ഗായ്സ് നിങ്ങൾക്കും കൂടി ഞാൻ തരികയാണ്, നിങ്ങളും കഴിച്ചോ. ഒരു കടി കടിക്കാം. 1 2 3 ഗോ. ഞാൻ പണ്ടേ ഫസ്റ്റ് ആണ്. കാരണം ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്ന കാര്യത്തില് ചോറൊന്നും കഴിക്കുന്ന കാര്യത്തിലല്ല. നമ്മുടെ ഫുള്ള് മോസ്റ്റ് ചോക്ലേറ്റ് ഇൻ ദ വേൾഡ് ബിഗസ്റ്റ് ആണ്. അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മൾ വൈറ്റ് അല്ലേ എന്നിട്ട് കഴിച്ചിട്ടുള്ളൂ. പിന്നെ വൈറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ ചോക്ലേറ്റ് ഇത് ഫസ്റ്റ് ടൈം അല്ലേ ട്രൈ ചെയ്യുന്നത്. ചോക്ലേറ്റ് ഫസ്റ്റ് ആണ്. ഉള്ളു നല്ല ചെസ്നട്ട് വരുന്നുണ്ട്. എന്തേലും ഒന്ന് പറയോ? ചോക്ലേറ്റിന്റെ പുറത്ത് മുഴുവനും നിറച്ച് നട്ട്സും കൊണ്ട് ആവരണമാണ്. ഉള്ളിൽ ചോക്ലേറ്റും കൊണ്ട് ഫുൾ ആവരണം. നടുക്കുന്നില്ല വല്ലട്ട് നിറച്ച് ചോക്ലേറ്റ്. അപ്പം ചോക്ലേറ്റ് കഴിച്ചു കണ്ടിട്ടുണ്ട്. അതെ, അടിപൊളി അടിപൊളി ചോക്ലേറ്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, നമുക്ക് സേഫ് ആയിട്ട് പങ്കെടുത്ത് സേഫ് അല്ല. അപ്പൊ മാലാഖന്റെ ഫസ്റ്റ് ഗിഫ്റ്റിനെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടിപൊളി. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്കിനി ഇതെടുക്കാം. ഇതൊക്കെ 3 കവർ. അയ്യോ 3 കവർ വരുന്നുണ്ട്. ഇത് വരുന്നുണ്ട്. പിന്നെ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് വരുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഒരു കവറും കൂടി വരുന്നുണ്ട്. നമുക്ക് എന്നാലും വെയിറ്റ് ഇല്ലാത്തത് പൊട്ടിക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഇത് അൺബോക്സ് ചെയ്യാം അല്ലേ? അപ്പൊ ഇത് അവിടെ ഇരിക്കും. സർജറിക്ക് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. പേഷ്യൻസ് പേഷ്യന്റ് അല്ലേ? പേഷ്യന്റ് നിങ്ങളെ ഗായ്സ്. അപ്പൊ നമുക്ക് ഈ അടുത്ത പെട്ടി കൊടുക്കാം. അമ്മയ്ക്കും ചോക്ലേറ്റ് കൊടുക്കാം. A few moments later. എന്താ കണ്ടില്ലേ ഗായ്സ്? ഞാൻ അല്ലാതെ പൊളിക്കുക. വധഭീഷണി ഒഴുക്കിട്ടാണ് ഞങ്ങളെ കൊല്ലും. എന്താ ധൈര്യം നോക്കണേ. ഓ ഇതെന്താ സാധനം അറിയില്ല എന്താണ്, എന്താ സംഭവം എന്നറിയില്ല. ഇങ്ങോട്ട് തല നീട്ടി വരില്ലേ പോവാം. അപ്പൊ നമുക്കിത് ഞാനും ഭയങ്കര ഇങ്ങനെയാണ്. എനിക്ക് ഇത് പിടിച്ചേ. എന്താ അറിയത്തില്ല. അപ്പൊ ഞാൻ സ്വപ്നം കണ്ടത് സത്യ. അതെ അമ്മേ ഇതൊക്കെ അത് പൊട്ടിക്കല്ലേ? ഗായ്സ് എടാ ക്യാമറ എടുത്തിട്ട് വന്നേ. ഗായ്സ് ഇപ്പൊ ഇത് സംഭവം ഇക്ക് അടുത്തൊരു കവറും കൂടി ഉണ്ട്. നമുക്ക് അതവിടെ വെക്ക്. അതിന് മുമ്പുള്ള പൊട്ടിക്ക് ഇതാ. ഇത് രണ്ടും ഇത് ഗ്ലാസ് എങ്ങാണ്ടാടാ. ഇതല്ല, വെയിറ്റ് കൂടുതൽ ഏതാന്ന് പറഞ്ഞേ. ഇത് ഓപ്പൺ ചെയ്യും. അപ്പൊ അറിയാം എന്താ. ഗായ്സ് അപ്പൊ നമ്മൾ ഈ സംഭവം മാറ്റി വെക്കണേ. കാരണം ഇതൊരു സ്പെഷ്യൽ സാധനമാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് പിന്നെ പറയാട്ടോ. അപ്പൊ ഇത് പൊട്ടിച്ചാലേ നിങ്ങക്ക് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത് എന്താന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് ഇത് അല്ല അത് പൊട്ടിക്കണോ? വേണ്ട, അത് പൊട്ടിക്കായിരുന്നു. അത് പൊട്ടിക്കണ്ട. അല്ല ഇത് പൊട്ടിക്കണോ? ഏതെങ്കിലും ഇത് പൊട്ടിക്കാം. ഇത് പൊട്ടിക്കാം. അപ്പൊ ഗായ്സ് ഇത് നല്ല പൊട്ടിക്കാം. വെയിറ്റ് ഉണ്ട് കേട്ടോ. ഓക്കേ ഗായ്സ് അപ്പൊ നമുക്ക് ഈ കവർ ഓപ്പൺ ചെയ്യാം അല്ലേ മാറ്റി? അത് കുറച്ചുകൂടി ഓപ്പൺ അറിയില്ല. ഇത് കുറച്ചുകൂടി സൈഡിൽ മുറിച്ചു നോക്ക്. ഓക്കെ. അയ്യോ സോറി കേട്ടോ, കട്ട് ചെയ്യോ. നോ ഐഡിയ ഗായ്സ്. അത് തന്നെ 3 ബോക്സ്. ഫുൾ സസ്പെൻസ് ആണ് കേട്ടോ. ഫുൾ സസ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലൊക്കെ സസ്പെൻസ് ആയിരുന്നു. ആണ്. അതെ. എന്താ അമേരിക്കൻ ഗേളോ സംഭവം അറിയില്ല കേട്ടോ എന്താണ്. അപ്പൊ നമുക്ക് 3. അയ്യോ ഓ മൈ ഗോഡ്. ഇതും പെർഫ്യൂമാ ഗായ്സ്. അപ്പൊ നെക്സ്റ്റ് പെർഫ്യൂം നല്ല അടിപൊളി പെർഫ്യൂം. അതിന്റെ പേരെന്താ ചേച്ചി? നോക്കട്ടെ. റോസ് ആൻഡ് ബോസ് എന്നാണത്. വാവ് നോക്ക് പെർഫ്യൂം അടിപൊളി സ്പ്രേ. അമ്മേ 1.5 മണം തന്നെ. ഇപ്പൊ ഞാൻ മേത്തടിച്ചു നോക്കട്ടെ. പൈകളെ കാണിക്കടാ. ഓ മൈ ഗോഡ് എനിക്ക് അടിക്കാൻ തോന്നില്ല. ഓ നല്ല മണം. ഇനിയിപ്പൊ ഞങ്ങൾ ഈ മണം കൊണ്ട് നടക്കും ഗായ്സ്. ഞങ്ങളുടെ മണം കാരണം ഇങ്ങനെ അടുത്തേക്ക് വരും. മറക്കടാ.
ഗായ്സ് ഇപ്പം എന്റെ കയ്യിലിരിക്കുന്നതും അമേരിക്കൻ ഗേൾ എന്ന് പറഞ്ഞ പെർഫ്യൂം ആണ് കേട്ടോ. നമുക്ക് ഇതും എടുക്കാം. പെർഫ്യൂം ആണല്ലോ. തേച്ച് മണക്കടാ. ഇങ്ങനെയുണ്ടോ? അതാ അല്ല പെർഫ്യൂമാ. ഇതിന്റെ ഒക്കെ മണം വരുമ്പോ സത്യം പറഞ്ഞാൽ നമ്മളെ വേറെ ഏതോ ഒരു ലോകത്തെത്തുന്നുണ്ട് ഗൈസ്. നമുക്കിത് ഇവിടെ സേഫ് ആയിട്ട് വെക്കാം ഗായ്സ്. അപ്പൊ ഇത് അടുത്തൊരു ബോക്സ് കൂടെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതും നമുക്ക് തോന്നുന്നു പെർഫ്യൂം ആണെന്ന് തോന്നുന്നുണ്ട്. ഓ വാ, മെജസ്റ്റിക് സിറ്റി. അതെ, സിറ്റി. നമുക്ക് ഇതിന്റെ സ്മെല്ല് ഒന്ന് നോക്കി വെക്കാം. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ അടിക്കാൻ പോലും തോന്നുന്നില്ല. എന്നെ മുഴുവൻ മണക്കട്ടെ. സുഗന്ധം കാരണം മണക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് 3 അടിപൊളി ആ സ്പ്രേ കൂടി എടുക്കാതെ നമുക്കിത് കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പം 3 സൂപ്പർ ഡ്യൂപ്പർ കൂൾ ആയിട്ടുള്ള സ്പ്രേ ആണ്. ഇതിന്റെ കളർ നോക്കൂ ഗയ്സ്, എന്ത് രസമാണ്. നല്ല രസമുണ്ട്. എനിക്ക് ഫേവറേറ്റ് ആയത് ഈ റോസ് ആൻഡ് ബോസ് ആണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്കിത് 3ഉം വളരെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാരെയും മണപ്പിച്ചുകൊണ്ട് നടക്കാം അല്ലേ? അപ്പം ഒന്നുകൂടി ഗബ്രിയൽ മാലാഖെ താങ്ക് യു. അപ്പൊ ഞങ്ങൾക്ക് അടിപൊളി സ്പ്രേയും തന്നു, ചോക്ലേറ്റും തന്നു. അത് നെക്സ്റ്റ് അത് നമുക്ക് അത്തേക്കാം. അത്തേക്കാല്ലേ? അപ്പൊ നമുക്കിത് ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ചെടുത്ത് വെക്കാം കേട്ടോ. അപ്പം ഇത് നമുക്കിവിടെ വെക്കാം. സേഫായിട്ട് നമുക്ക് അടച്ചു വെക്കണം. കാരണം നമുക്കിനി പുറത്തിറങ്ങുമ്പോൾ ഇതൊക്കെ അടിച്ച് പൂശിയിട്ട് വേണം ഇറങ്ങാൻ. എല്ലാവരും നമ്മളെ മണക്കട്ടെ. അതെ. ഓക്കെ, അപ്പം നമുക്കിത് സേഫായിട്ട് വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചോക്ലേറ്റ് അവിടെ പോയി. ചോക്ലേറ്റ് അവിടെ ഉണ്ട്. ഓക്കെ, നമുക്കിത് 3 ഇവിടേക്ക് മാറ്റി വെക്കാം. ഓക്കെ, ബോക്സ് തരുവാണെങ്കിൽ ബോക്സിലേക്ക് വെച്ചാൽ മതി. അപ്പം നെക്സ്റ്റ് ആയിട്ട് പറ്റേ നമ്മളിനി ഇതാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പം നമുക്ക് അൺബോക്സ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുമോ? അയ്യോ, പേടിപ്പിക്കുന്നോ? അമ്മ ഞെട്ടിപ്പോയി. അപ്പം നമുക്ക് ഇത് തുറക്കാല്ലേ ബാബാറ്റേ? അത് മറ്റേത് ഇവിടെ തുറക്കാല്ലേ? ഇപ്പോഴും ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്താ സംഭവം കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടും. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മളിത് അടുത്ത ബോക്സ് നമ്മളിപ്പോ അൺബോക്സ്. അപ്പൊ ഇത് എന്താ നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പൊ ഫുള്ള് സസ്പെൻസ് ആയിട്ടുള്ള ഓക്കെ. സ്മെല്ലൊന്നും നമുക്ക് വരുന്നില്ല. അപ്പം നമുക്ക് മണം പിടിക്കാൻ കുഞ്ഞിനെ കഴിഞ്ഞത് അപ്പൊ നമുക്ക് ഇവിടെ തുറക്കാം. അപ്പൊ ഞാൻ പരമാവധി കവറ് കളയണ്ടെന്നൊക്കെ ഓർത്തതാ. പക്ഷേ കണ്ടില്ലേ കുഞ്ഞിന്റെ ക്ഷമ അല്ലേ? കൊല്ലി ക്ഷമയുള്ള ഒരാളൊന്നും വന്നിരിക്കുന്നു. എന്തോ ഇതെന്താ സംഭവം? ബോക്സിന്റെ ഉള്ളിൽ വേറൊരു ബോക്സ്. അപ്പൊ മൊത്തത്തിൽ ബോക്സോട് ബോക്സ് അല്ലേ? കവറൊക്കെ കളയണ്ടോ? കറവെല്ലാം കളയേണ്ടി വരും ഗൈസ്. കറവെല്ലാം കളയണം. അപ്പൊ കറവിന്റെ ഉള്ളില് വേറൊരു കറവാണ്. കറവില് ബോക്സ് ആണോ കണ്ടോ? അപ്പൊ നമുക്ക് ഇത് നമുക്ക് പൊട്ടിക്കാം. അപ്പോൾ ഇത് നല്ല വെയിറ്റ് ഉള്ളൊരു ബോക്സ് ആണ്. ബട്ട് ഗായ്സ് നമുക്കിത് ഇവിടെ തന്നിട്ട് ബ്ലേഡ് തരും, ഒരെണ്ണം തരും. ഇവിടെ മാത്രം പൊട്ടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ വാവാറ്റ 2ാം അമ്മയാണ്, അതുകൊണ്ട് പേടിയാണ്. അപ്പൊ ഗൈസ് എനിക്ക് ടോട്ടത്തിൽ 3 അമ്മമാരുണ്ട്. ഓക്കെ, ഓപ്പൺ ആക്കിയോ? നമുക്കിത് അപ്പൊ നമ്മുടെ അടുത്ത് 12 ഷെയ്ഡ്സ് ഓഫ് അതാ നോക്ക്, ഭയങ്കര നോക്ക്. ഇതൊരു ബ്രാൻഡ് നമ്മുടെ നെയിൽ പോളിഷ് കൊണ്ടുള്ള. എന്റെ ദൈവമേ, ഇനിയിപ്പോ എന്റെ നഖത്തിലിട്ട് എനിക്ക് ആളാകാം. നഖത്തിലടക്കാനാണോ തോന്നുന്നത്? അയ്യോ നോക്ക്, ഇങ്ങോട്ട് തന്നെ നെയിൽ പോളിഷ്. പല കളറില് 12 ഷെയ്ഡ്സ് ഓഫ് കളറിലാണ് നമ്മുടെ നെയിൽ പോളിഷ്. നല്ല ചോക്ലേറ്റ്.
കളേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു നെയിൽ പോളിഷ് എന്താ പറയാ, ഒരു ആന ബോക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ദേവി അപ്പൊ ഗബ്രിയേൽ മാലാഖയോട് വീണ്ടും താങ്ക് യു സോ മച്ച്. അയ്യോ, എനിക്ക് എന്താ പറയുന്നതെന്ന് അറിയത്തില്ല, എനിക്ക് വാക്കുകളില്ല പറയാൻ. ഒരുപാട് ഒരുപാട് നന്ദി നമ്മൾ മാലാഖേനോട് പറയാണ്. നോക്ക്, വാസേ എന്തൊരു ഭംഗിയാ കാണാല്ലേ, എന്ത് രസാ കാണാൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ നെയിൽ പോളിഷസ് എല്ലാം നമുക്ക് അതേപോലെ തന്നെ അതും എല്ലാ ഷെയ്ഡ്സും വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഓരോ ഡ്രസ്സിന് ചേർന്ന നെയിൽ പോളിഷുകൾ നമുക്ക് ഇടാം. വാവ്, നല്ല രസമുണ്ട് കേട്ടോ. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. അപ്പൊ മാലാഖയ്ക്ക് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ അറിയാന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ മാലാഖയാണ് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് എടുത്ത പോലെ തന്നെ ഇനി സേഫായിട്ട് നമുക്കിനി എടുത്ത് വെക്കാം. ഇത് ലാസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മളിനി അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ലാസ്റ്റ് വൺ ബോക്സ് ആണ്. അപ്പൊ നമുക്ക് വെക്കാം. അപ്പം ഇതെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി വെച്ചത് ഇതാണ്. അപ്പം ഇത് നമുക്ക് ലാസ്റ്റ് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി. അപ്പം നല്ല മഴയിരിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പുറത്തിരുന്ന് എടുക്കുന്നോണ്ട് തന്നെ അതെ സത്യം. അപ്പം നമ്മളിത് ഇത് തുറക്കാം. അപ്പം എന്താ സംഭവം നമുക്ക് നോക്കാവേ. നോക്കട്ടെ, മിനി എക്സ്റ്റൻഷൻ ട്രൈപോഡാണോ? ആ ട്രൈപോഡ് അല്ലേ? ഓ വാവ് ഗായ്സ്, മിനി ട്രൈപോഡാണ് കേട്ടോ. അപ്പൊ നമുക്കിനി ട്രൈപോഡിൽ വെച്ചിട്ട് നമുക്കിനി വീഡിയോ ചെയ്യാം. വാവ്, നോക്കാൻ പറ്റി. ഇതെന്താ സംഭവം? ഓ 128 GB. ഓ മെമ്മറി കാർഡ്. അപ്പം സംഭവം ഓസ്മോ ആക്ഷൻ സ്റ്റാൻഡേർഡ് 1 year വാറണ്ടി. നോക്കട്ടെ, ഓസ്മോ ആക്ഷൻ 4 ഗായ്സ്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യാമറയാണ്. എന്റെ മോനെ നോക്കട്ടെ, മാലാഖയെ ടാഗ് പറഞ്ഞ് ടാഗിൻ്റെ ഉള്ള നമ്മുടെ മാലാഖനെ മൂടുന്ന അവസ്ഥയാണ്. അപ്പം അടിപൊളി ഒരു ഡിജിറ്റൽ ക്യാമറയാണ്. ഓക്കെ, നമുക്കിപ്പോൾ നമ്മുടെ ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നമ്മുടെ സ്ക്രീൻ കാർഡാണ്, വാച്ച് ആൻഡ് ക്യാമറ ആക്സസറീസ്. അപ്പോൾ ഇത് സ്ക്രീൻ കാർഡാന്ന് തോന്നുന്നു. ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നിട്ട് അത് ഇവിടെ 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 അവിടെ ഓപ്പൺ ചെയ്യണം. ഇങ്ങോട്ട് കാണിച്ചിട്ടോ. ഓ അപ്പൊ ഇതിന്റെ സ്ക്രീൻ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിത് നമ്മുടെ ക്യാമറ 128 GB SanDisk Extreme മെമ്മറി കാർഡ്. ഓ വാവ്. ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്ക് നമ്മുടെ ക്യാമറ അൺബോക്സ് ചെയ്യാവേ. എൻ്റെ ദൈവമേ, എനിക്ക് ഗബ്രിയേൽ മാലാഖയോട് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് വാക്കുകളില്ല പറയാൻ, ഒന്നുമില്ല എനിക്ക് പറയാൻ. അയ്യോ, ഇതെന്താ സംഭവം? അതതിൻ്റെ വാറണ്ടീനെ പറ്റി എഴുതിയതായിരുന്നു. ഓക്കെ, അപ്പം എനിക്കറിയത്തില്ല, എനിക്ക് ഒന്നുമില്ല എനിക്ക് പറയാൻ. എനിക്കറിയത്തില്ല ഞാൻ എന്താ ഈ നിമിഷത്തിൽ ഞാൻ പറയണ്ടേന്ന്. അതെ, ഐ ഡോണ്ട് നോ. അപ്പം നമുക്ക് ഇതിനെല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും ഒരു എന്താ പറയുക, മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് തന്നെ വേണം. അല്ല, അങ്ങനെ തന്നെ പറയണം. മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് നമുക്ക്. അതെ, ആര് ഗിഫ്റ്റ് വന്നാലും അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതന്നെ, ആര് ഗിഫ്റ്റ് വന്നാലും സർപ്രൈസിലാക്കിയിട്ട് ഉള്ളൊരു ഗിഫ്റ്റ് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. അതന്നെ, സത്യമായിട്ടും. പക്ഷെ എന്താന്ന് ലാസ്റ്റ് ആണ് മനസ്സിലായത്. അതെ, എന്തായാലും അത് ഭയങ്കര ഒരു ഇതായി അല്ലേ പാവറ്റെ? അതെ തന്നെ. ഓ മൈ ഗോഡ്, കൈ മുറിക്കല്ലേ. ബ്ലേഡ് എടുത്ത് വെച്ചോട്ടെ. ഓ വാവ്. അപ്പം നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാവ്. ഓക്കെ, നമുക്ക് തുറക്കാം. മോസ്റ്റ് ആണോ അത്? ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അപ്പോൾ ഇത് വരാൻ ഭയങ്കര മടിയനാണ്. ഓക്കെ, നമുക്കപ്പോൾ ഒരു QR കോഡ് സ്കാനർ വന്നിട്ടുണ്ട്. ഇത് ഇതിനെ പറ്റി ഉള്ളതാണ്, വീഡിയോ എഡിറ്റിംഗ്. ഓ, അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആപ്പിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നേ. മസ്റ്റ് ഹാവ്
സ്റ്റോർ. വാവ്. അപ്പം ഗൈസ് ഇപ്പം ഭയങ്കരമായിട്ട് ഇരുട്ട് വന്നിട്ടുണ്ട്, നിങ്ങളത് നോക്കണ്ട കേട്ടോ. അപ്പം സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. സന്ധ്യയായി, മാത്രമല്ല മഴയിരുട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ 2-3 ദിവസമായി ഇങ്ങനെ മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു, പക്ഷെ മഴ അങ്ങ് പെയ്യുന്നില്ല. അമ്മേ ഗായ്സ്, അപ്പം നമ്മുടെ ഈ ക്യാമറ എന്ന് പറയുന്നത് മോസ്റ്റ് എക്സ്പെൻസീവ് ആയ ക്യാമറയാണ്. ഇപ്പം ഇതിൻ്റെ വാല്യൂ കണ്ട് ഞാനും ബാബാറ്റും അങ്ങനെ ഇപ്പോൾ ബോധം കെട്ടിരിക്കുവാണ്. എന്തോ പറയേണ്ടതെന്ന് അറിയില്ല ഗൈസ്. അതന്നെ ഗിഫ്റ്റ്, അത് തന്നെ ആരെന്ത് ഗിഫ്റ്റ് വന്നാലും നമുക്കത് വളരെ സന്തോഷമാണ്. അത് തന്നെ. അപ്പം നമുക്കിത് എടുക്കാം. അപ്പം എനിക്കിത് എടുക്കുമ്പോൾ എനിക്കെൻ്റെ കൈ വിറയ്ക്കുവാണ്. കൈയും കാലും എനിക്ക് വേറെ സെറ്റ് വയ്യേന്ന്. അത് ഓക്കെ. ആ ചാർജറാണോ? ഇതാ അതിവിടെ നിന്ന് നൈസിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ ഒട്ടിയിരിക്കുന്നുണ്ട്. ആ മാറ്റിക്കോ. ചാർജറല്ലേ? ആ തോന്നുന്നു. ഇവിടെ ഇരിക്കട്ടെ. ചാർജർ. അപ്പൊ കുഞ്ഞി മിനി നല്ല നമുക്ക് ഹാങ് ചെയ്ത് കൈ കൊണ്ടടക്കാൻ പറ്റുന്ന ക്യാമറ, സിമ്പിൾ ആണ്. അത് തന്നെ. അപ്പൊ അതാണ് നമ്മുടെ ക്യാമറ തോന്നുന്നു. അല്ല, ഇതാണ് നമ്മുടെ ചാർജ്. ക്യാമറ ഇതാണോ? അതെ, ഇതാണോ ക്യാമറ? എടാ മണ്ട, ഇതാണ് ക്യാമറ. അല്ല ഇതാണ് ക്യാമറ. ഇത് ചാർജിങ് കേബിള്. എടാ ക്യാമറ അപ്പൊ മിനി അല്ലേ? അപ്പൊ അതുകൊണ്ട് കുഞ്ഞി ക്യാമറ. നമ്മുടെ ക്യാമറേന്റെ ചാർജറാണെന്ന് പറഞ്ഞു അപ്പൊ നോക്കി, ഇതാണ് നമ്മുടെ ക്യാമറ. ഇതാണ് നമ്മുടെ നല്ലതായിട്ട് അത് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ചാർജിങ് കേബിൾ വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ക്യാമറ ചാർജ് ചെയ്യുന്ന സാധനം. അതിന്റെ ഉള്ള ബാറ്ററി അല്ല ഉള്ള അതാണോ ക്യാമറ? അതാ ക്യാമറ. അല്ലല്ലേ, ഇതില്ലേ നമ്മുടെ ഈ ക്യാമറ ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഇടുന്നത്. അതാണ് സംഭവം. നമ്മുടെ ക്യാമറേന്റെ ഒപ്പം കുറെ പേപ്പേഴ്സും കാര്യങ്ങളും, അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് ഫുള്ള് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റിക്കറും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫോണിന്റെ ബാക്കിലൊക്കെ ആയാലും നമുക്ക് ഇതിന് ഒട്ടിക്കാം. നല്ല ഭംഗിയുണ്ട്. അപ്പൊ നമുക്കിത് ഫോണിന്റെ ബാക്കിലേക്ക് ഒട്ടിക്കാം. സേഫ് ആക്കി വെച്ചോ കേട്ടോ. ഈ പേപ്പേഴ്സ് സേഫ് ആക്കിക്കോ. അപ്പൊ നമ്മുടെ ക്യാമറ ഇതാണ്. നമ്മുടെ ആള് ഇവിടെ അല്ലേ? അയ്യോടാ, ചെറുതാണ് ഗൈസ്. രണ്ട് സൈഡില് സ്ക്രീൻ വന്നേക്കുന്നേ. ഇവിടെയും ഇതെന്താ സംഭവം? ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ. മനസ്സിലാവുന്നില്ല, അടിപൊളി ഗൈസ്. മനസ്സിലാവുന്നില്ല. അപ്പം ഇതിനെ നമുക്ക് സേഫ് ആയിട്ട് വെക്കണല്ലോ. അപ്പൊ അവൻ ഒട്ടിക്കാനുള്ള സ്ക്രീൻ കാർഡാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ? അത് നമുക്ക് പിന്നെ ഓപ്പൺ ചെയ്യാം. നമ്മൾ ഓപ്പൺ ചെയ്തായിരുന്നല്ലോ അല്ലേ? അപ്പം ഇതിപ്പോ അവിടെ വെക്കും. അവനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് വെക്കാം. ഇവിടെ വെക്കാം. കാരണം സ്ക്രീനിൽ വല്ല സ്ക്രാച്ചൊക്കെ ആയി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇതാട്ടോ ഗൈസ്, നിങ്ങൾ ശരിക്കും കണ്ടോ? വാവ്, കൈ വിറയ്ക്കുന്നു എനിക്ക്. നല്ല ക്യൂട്ട് ആൻഡ് ക്യൂട്ടി ആയിട്ടുണ്ട് നമ്മുടെ വാച്ച്. അല്ല, വാച്ച് ക്യാമറ വന്നിട്ട്. പിടിച്ചോ, സേഫ് ആക്കി കേട്ടോ. കുറച്ച് വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഉണ്ടല്ലേ? അപ്പം ഇത് നോക്കട്ടെ, വിചാരിച്ചു തന്നെ. ഓക്കെ, ക്യാമറേൻ്റെ എല്ലാ സംഭവങ്ങളും, ക്യാമറേൻ്റെ എല്ലാ മിനി ഐറ്റംസും വന്നിട്ടുണ്ട്. നോക്കട്ടെ, ഇത് ക്യാമറേൻ്റെ കവറാണ്. അയ്യോ, കവറാണിത് ഗായ്സ്. അപ്പം കുറേ സംഭവങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി കണ്ടിട്ട് നമുക്കൊന്നും പിടുത്തം കിട്ടുന്നില്ല. ഓരോന്ന് കറക്റ്റ് ആയിരുന്നു നമ്മൾ നോക്കണം. യെസ്, അപ്പം കുറേ സംഭവങ്ങളും കാര്യങ്ങളും, ബാറ്ററി, ലെൻസും ഒക്കെ കുറേ സംഭവങ്ങൾ, ലെൻസിൻ്റെ കവറും ക്യാമറേൻ്റെ കവറൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വാവ്. ഇപ്പം നമ്മുടെ ചാർജിങ് കേബിളാണ്. അപ്പോൾ ഒത്തിരി പരിപാടികളുണ്ട് നമുക്കിനി ഇത് കഴിഞ്ഞിട്ടും ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വീഡിയോ ഓൺ ദ വേ വരും. അതന്നെ, റെഡിയാക്കുന്ന വീഡിയോ ഒക്കെ വരും കേട്ടോ. അപ്പോൾ അൺബോക്സിങ് നമ്മളിവിടെ ഫിനിഷ്ഡായിട്ട്. അതന്നെ ഗൈസ്, നിങ്ങൾ പേടിക്കേണ്ട. ആ തേങ്ങാച്ചാക്ക് വലിച്ചുകൊണ്ട് വന്നൊരു പ്രേതമാണത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണപ്പെടും. അതെ അതൊന്നും തുറക്കാൻ കൂട്ടാ മച്ചാമാരെ. പേടിയാവുന്ന കൈ വിറക്കി. പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിനുള്ളിൽ വെക്കത്തില്ലായിരുന്നു അത്.
അത്ര സേഫ് ആക്കി. അല്ലേ കുഴപ്പമില്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇത് വെക്കാം. കാരണം ഇതെല്ലാം നമുക്ക് ഒന്നും കൂടി നമുക്ക് ഇതെല്ലാം എടുക്കേണ്ടി വരുമല്ലോ. ട്രൈപോഡ് നമ്മൾ എടുത്ത് നോക്കിയില്ല കേട്ടോ. ട്രൈപോഡ് നമ്മൾ അൺബോക്സ് ചെയ്തില്ല അല്ലേ. നമ്മുടെ കുട്ടി ക്യാമറ ഇതവിടെ ഇരിക്കേ. നമ്മൾ എന്തായാലും എടുക്കും കേട്ടോ നിന്നെ. നീ അവിടെ ഇരുന്നോ. ക്യാമറേൻ്റെ ബോക്സ് ഇതല്ലേ അല്ലേ. നമ്മുടെ ക്യാമറേൻ്റെ ബോക്സ് വന്നിട്ട് ഇതായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്കിതും ചാർജിങ് കേബിൾ എന്ത് ചെയ്യേ അവിടെ ഉണ്ടല്ലോ. ഇതും കൂടി ഇതിനകത്ത് വെക്കാം അല്ലേ. അപ്പോൾ 2 പേരെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. എന്നിട്ട് ഇവിടെ ഇരുന്നോട്ടെ കേട്ടോ. ഇവിടെ ഇരുന്നോ. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ മിനി ട്രൈപോഡാണ്. മിനി ട്രൈപോഡല്ലേ അല്ലേ? ബ്ലേഡ് നമ്മുടെ ട്രൈപോഡ് ബ്ലേഡ് എവിടെയാടാ അറിയില്ലല്ലോ. ബ്ലേഡ് വേണോ? കത്രിക എടുത്താൽ പോരെ? ബ്ലേഡ് തന്നേക്ക്, കത്രിക വേണ്ട. ഈ സൈഡിൽ കത്രിക മതി. ഇത് പൊടിച്ചാൽ മതി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് പല്ലുണ്ട് അല്ലേ. അതെ. വാവ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ട്രൈപോഡാണ് നമ്മളിനി ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്യും. അയ്യോ, അമ്മ അത് മോസ്റ്റ് ആക്കുന്നല്ലേ. ഇവിടെ 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 കഴിഞ്ഞില്ല ഗായ്സ്. അപ്പോൾ അത് ഭയങ്കര അത് തുറക്കാൻ പറ്റുന്നില്ലേ? ഇവിടെ തന്നെയാണോ ഓപ്പണിങ്? അതെ അതെ അതെ. ഓക്കെ, ഭയങ്കരമായിട്ട് സേഫായിട്ടാണിത്. എന്ത് പാക്കിംഗ് എല്ലാം വരുന്നത്. അതെ. എന്നെ കൊതുക് ആക്രമിക്കുന്നുണ്ട്. എന്താ സംഭവം? സർട്ടിഫിക്കറ്റ് എന്താ സംഭവം? അപ്പം ഇതാണ് നമ്മുടെ ട്രൈപോഡ്. എന്താ കുറേ സ്ക്രൂവും സാധനങ്ങളൊക്കെ. അതിവിടെ ഇടണം, അതിവിടെ ഇടണം, അതിവിടെ ഇട്ടിട്ടാണ് ഇതാക്കുക. ടെക്നിക്കൽ. നോക്കത് പാറ്റേന്റെ ചിറക് പോലെയില്ലേ. അതെ, പാറ്റില്ലേ വണ്ടിന്റെ. ഉത്സവപ്പറമ്പിലൊക്കെ ഇങ്ങനെയാക്കുമ്പോ യെസ് അതുപോലെ അറിയില്ലടാ. ഇപ്പൊ ഒന്നും ചോദിക്കരുത്. കൊറേ നേരം നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ല ആക്ച്വലി. കാരണം ബ്രെയിൻ ഇപ്പൊ വർക്കഡ് അല്ല. സർപ്രൈസ് മോഡ്. യെസ് ഗൈസ്, എല്ലാം കണ്ടിട്ട് വേറെ ഏതോ സ്ഥലത്താണ് കേട്ടോ. അതെ അതെ, ഇതിന്റെ സ്ക്രൂവും വന്നിട്ടുണ്ട്. എന്താ സംഭവം? അതാണ് ഈ ലൂസും ടൈറ്റും ആക്കുന്നത് അല്ലേ. അതെ. അല്ല, ഇതിങ്ങനെ വെച്ചിട്ട് എന്താ കാര്യം? മണ്ട. അപ്പം നമുക്ക് അറിയത്തില്ല എന്താ സംഭവം. അപ്പം നമ്മുടെ തലയൊന്ന് വാവാറ്റ് പറഞ്ഞാൽ വർക്ക് ചെയ്യിപ്പിക്കേണ്ടതായിട്ടുണ്ട്. തലയിൽ ഒന്നും വെക്കാവുന്നില്ല, ബ്ലാങ്ക് ആണ് കേട്ടോ. ഇപ്പൊ എല്ലാ ഗിഫ്റ്റുകളെല്ലാം കണ്ടിട്ട് ആകെ ഫിറ്റ് അടിച്ചിരിക്കുകയാണ് ഞങ്ങൾ. ഏത് നെയിൽ പോളിഷ് ഇടണം, അതെ എങ്ങനെ ചോക്ലേറ്റ് കഴിക്കണം, പെർഫ്യൂം അടിക്കണം, എല്ലാം കൂടി കണ്ടിട്ട് ഞങ്ങൾ ആകെ ബോധം കെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അബോധാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. ഗായ്സ്, അപ്പം നമ്മളിനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെയൊക്കെ ഓരോന്നോരോന്നായിട്ടുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കും. കാരണം അവറ്റ പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിൻ ഇപ്പോൾ വർക്കിംഗ് അല്ല. അതെ, ഞാൻ പറഞ്ഞല്ലോ നമ്മള് പെർഫ്യൂമിലും നെയിൽ പോളിഷിലൊക്കെ ബ്ലാങ്ക് ആയി ഗൈസ്. വീണോ? പിന്നെ ഇതും കൂടി കണ്ടപ്പോ പിന്നെ പറയേ വേണ്ട. എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇതൊരു വലിയ പണിയാണ്. ഒന്ന് വെക്കുമ്പോ അടുത്ത് വെക്കുന്നില്ല, അടുത്ത് കയറുമ്പോ പിന്നെ അടുത്തൊന്നും കയറില്ല. അതിപ്പോ എന്താ അറിയാ അവസ്ഥ. എങ്ങനെ എടുത്തത് ഞങ്ങൾക്ക് ഓർമ്മയില്ല. വല്ലതും നടക്കുവോ? ഞാൻ പറഞ്ഞില്ലേ ഇത് ഇതിന്റെ ഉള്ളിലായിരുന്നു. ഈ പൊട്ടൻ ഏതാ ചേച്ചി? അല്ല സാറില്ല, ഇതിങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നമ്മളിത് ശരിയാക്കാൻ വേണ്ടി പോലെ. അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി? നമുക്ക് ക്യാമറ കിട്ടി, മെമ്മറി കാർഡ് കിട്ടി, ട്രൈപോഡ് കിട്ടി, നമ്മുടെ ക്യാമറ കിട്ടി. ഇതല്ലേ നമ്മുടെ ക്യാമറ. അപ്പം അതായിട്ട് ട്രൈപോഡിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയൊക്കെ ഇവർ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കത് കഴിഞ്ഞിട്ട് നോക്കാം. പിന്നെ നമ്മുടെ സ്ക്രീൻ കാർഡ് വന്നിട്ടുണ്ട്, മെമ്മറി കാർഡ് തന്നിട്ടുണ്ട്. അപ്പം പിന്നെന്താ നമ്മുടെ ഗബ്രിയേൽ ചക്കരമാലാക, പിന്നെ നമ്മുടെ 3 പെർഫ്യൂംസ് കാണിച്ചു വച്ചേ. 3 പെർഫ്യൂം,
പിന്നെ അതുപോലെ നമ്മുടെ ഒരു ഒരു സെറ്റ് സെറ്റ് നമുക്ക് നെയിൽ പോളിഷ്, അടിപൊളി നെയിൽ പോളിഷ്. പിന്നെ നമ്മുടെ മെയിൻസ് ആള് ചോക്ലേറ്റ്. അതെ, ഫെറൈറോ ചോക്ലേറ്റ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള അടിപൊളി വലിയൊരു ഗിഫ്റ്റ് ആയിരുന്നു നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം സത്യമായിട്ട് നമുക്ക് നമ്മുടെ മാലാക, നമ്മുടെ ഗബ്രിയേൽ മാലാക നമ്മളെ വെരി വെരി ബിഗ് സർപ്രൈസിലാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഗൈസ്, അല്ലേ പങ്ക? അതെ അതെ അതെ. എപ്പോഴും പറയാറുണ്ട് അൺഎക്സ്പെക്ടഡ്. അതെ, നമ്മൾ ചിന്തിക്കാത്ത കുറെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ. അപ്പം എന്താ പറയണ്ടെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അപ്പം മാലാകനോട് ഞങ്ങൾ 3 പേരും വെരി വെരി താങ്ക് യു സോ മച്ച്. പൈസ നല്ല ഇട്ടായിട്ടുണ്ട്. അപ്പം സന്ധ്യയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളെ കാണുന്നുണ്ടോ ആർക്ക്? ഞങ്ങൾ 3 പേരും ഇവിടെ അടുത്തേക്ക് ഇരിക്കാം. അപ്പം നമ്മുടെ ഗബ്രിയേൽ മാലാകനോട് ഞങ്ങൾ 3 പേരും താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു പറയാണ്. അത് തന്നെ, ഒരുപാട് ലവ് യു ലോഡ്. അപ്പം നമുക്ക് ഒരുപാട് സന്തോഷമായി. ഇപ്പൊ സന്തോഷം എങ്ങനെയാ നമ്മൾ പ്രകടിപ്പിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഗായ്സ്. അപ്പം നമ്മളെ കടിച്ചു മാന്തി അടിച്ചൊക്കെയാണ് അപ്പം അയ്യോ എനിക്കറിയില്ല. അപ്പോൾ ഇനി 1 by 1 ആയിട്ട് നമ്മൾ ഇതിൻ്റെയൊക്കെ ഓരോ അപ്ഡേഷൻസ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഗായ്സ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ ചക്കര പുന്നാര ഗബ്രിയേൽ മാലാക നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ പെർഫ്യൂം, നമ്മുടെ നെയിൽ പോളിഷ്, പിന്നെ നമ്മുടെ ചോക്ലേറ്റ്, നമ്മുടെ ക്യാമറ, പിന്നെ നമ്മുടെ ക്യാമറയ്ക്ക് വരുന്ന സ്ക്രീൻ കാർഡ്, അതുപോലെ തന്നെ നമ്മുടെ ട്രൈപോഡ്. അപ്പം വെരി വെരി എക്സ്പെൻസീവായ നമ്മളെല്ലാവരും ഞെട്ടിച്ച നമ്മുടെ ഒന്നാം തരം ഗിഫ്റ്റാണ് ഗായ്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 പേരും നമ്മുടെ ഗബ്രിയേൽ മാലാകനോട് ഒരുപാട് താങ്ക് യു ചക്കര ഉമ്മ, താങ്ക് യു സോ മച്ച് നമ്മൾ പറയാണ് കേട്ടോ ഗായ്സ്. അപ്പം ഒറ്റയടിക്ക് ഇത്രയും ഗിഫ്റ്റൊക്കെ കണ്ടപ്പം ടോട്ടലി എന്താണെന്ന് എനിക്കറിയില്ല, ഒരു സ്റ്റേഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഭയങ്കരമായിട്ട് ഹാപ്പിയായി, എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ഒരുപാട് താങ്ക് യു ഞാൻ നമ്മുടെ മാലാഖേനോട് പറയാണ്. അപ്പം ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. താങ്ക് യു ഗായ്സ്. ഇപ്പം വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ 2-3 മണിക്കൂർ ഇരുന്നാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്നിട്ടും കൂടി നമുക്ക് തികഞ്ഞിട്ടില്ല. അപ്പം സന്ധ്യയായപ്പോൾ ഞങ്ങൾ വേഗം വൈൻഡ് അപ്പ് ചെയ്തിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പം പങ്കന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തെന്നാണ് ടൈം പോയത്. കൊച്ചിന് എക്സാം ഉള്ളതുകൊണ്ട് തന്നെയല്ലേ പങ്ക. അപ്പോൾ പങ്കനും കൂടെ ഉള്ളത് നമ്മളെങ്ങനെ അൺബോക്സ് ചെയ്യും. അപ്പോൾ നമ്മൾ 3 പേര് ഒരുമിച്ച് അൺബോക്സ് ചെയ്ത് നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗിഫ്റ്റ് തന്ന ഗബ്രിയേൽ എന്ന് പറഞ്ഞ വേണ്ടിയിട്ട് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. പിന്നെ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഞങ്ങൾ ഒന്നും കൂടി നമ്മുടെ ഗബ്രിയേൽ മാലാഖനോട് താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു ലോഡ് ഉമ്മ. അപ്പം വളരെ സന്തോഷമുണ്ട് നമുക്ക് ഈ ഒരു എന്താ പറയുക ഗിഫ്റ്റ് എല്ലാം കണ്ടതിൽ വെരി എക്സ്പെൻസീവ് ആൻഡ് സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഓൺ ദ വേ ഇനി അതിൻ്റെയൊക്കെ അപ്ഡേഷൻസ് നമുക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്നാലും ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു സൂപ്പർ കൂൾ വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ബൈ ബൈ. വേഗം പോയി സന്ധ്യാനാമം ചൊല്ലട്ടെ കേട്ടോ.